Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മൾ ഒരു കീറാമുട്ടി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭക്തി രസ അമൃത സിന്ധു ആ ഒരു സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഭഗവത് കൃപയാൽ, ഭക്തന്മാരുടെ കൃപയാൽ, ഹരി ഗുരു വൈഷ്ണവന്മാരുടെ കൃപയാൽ നമ്മളത് പതുക്കെ പതുക്കെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആ സബ്ജക്റ്റ് വളരെ എന്താ പറയണത്, ഗഹനമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഗാഠമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന് ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതും. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ഒരു സമ്മറി ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഏതുവരെ നമ്മൾ പറഞ്ഞു നടത്തിയിരുന്നു? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. പ്രഭു. അതായത് ഭക്തിയുടെ തലങ്ങള് വൈദിക സാധന ഭക്തി, രാഗാനുക സാധന ഭക്തി, ഭാവഭക്തിയും പ്രേമഭക്തിയും, അതില് ആമുഖത്തിന്റെ കുറെ കാര്യങ്ങൾ വിവരിച്ചിരുന്ന പ്രഭു. പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ശ്ലോകം 1 കുറിച്ചാണ്. അത് 6 ത്വരകളുടെ നിയന്ത്രണം എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളത്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മള് ഒരു ശ്ലോകമുണ്ട്, അതായത് ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ ആമുഖമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ 4 സെക്ഷൻ ഉണ്ട്. ഈ 4 സെക്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രഡക്ഷൻ, പിന്നെ സാധന, ഭാവ, പ്രേമ, അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ. അപ്പൊ ഇതില് ഈ ആദ്യത്തെ പോർഷൻ തന്നെ നമ്മൾ ഈ ആമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൽ ആദ്യം കുറച്ച് പ്രാർത്ഥനകൾ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണോ നമ്മൾ പറയുന്നത്, നമ്മൾ ഇൻവോക്കേഷൻ എന്നൊക്കെ പറയും. auspiciousness invocation or invoke auspiciousness. അതിനെന്താണ് പറയാ മലയാളത്തില്? സോറി കേട്ടോ. മംഗളാചരണം. കറക്റ്റ്. മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, മംഗളാചരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം, അതായത് ആദ്യത്തെ ഈ ശ്ലോകം, അഖില രസാമൃതമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകത്തില് ഭഗവാന്റെ രസങ്ങളെ കുറിച്ചിട്ടാണ് ഈ പുസ്തകം വിവരിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് സാധാരണ ഒരു രസമല്ല. ഈ നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ നാടകം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, സിനിമ, നാടകം, ഇതെല്ലാം ഉണ്ട്. അതിലും ഭൗതികമായിട്ടുള്ള രസങ്ങളുണ്ട്. ഈ ഭൗതികമായിട്ടുള്ള രസങ്ങളിൽ നിന്നും മാറി വേറൊരു രസമുണ്ട്, ഇറ്റേണൽ ആയിട്ടുള്ള ഒരു രസം. ആ രസം, അല്ലെങ്കിൽ സ്പിരിച്വൽ, ആത്മീയ രസം, അത് 5 തരത്തിലുണ്ട്. ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. അപ്പോ ഈ മാധുര്യരസം ആണ് ദ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാധുര്യരസം നമ്മള് കർമ്മമിശ്ര ഭക്തി ചെയ്താലോ ജ്ഞാനമിശ്ര ഭക്തി ചെയ്താലോ നമുക്ക് അനുഭവിച്ചറിയാൻ സാധ്യമല്ല. അത് ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ മാധുര്യരസം നുകരാൻ സാധിക്കുകയുള്ളൂ. അതായത് അതിനാദ്യം നമ്മൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം. എന്തേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അജ്ഞാനമാണ്.
ഈ അജ്ഞാനം കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഈ അജ്ഞാനികൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഈ ആഗ്രഹങ്ങൾ അത് കർമ്മമായി തീരുന്നു. കർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതായത് ആദ്യം ഇഗ്നറൻസ്, അജ്ഞാനം, പിന്നെ ഡിസയർസ്, ഡിസയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ, പ്രവൃത്തി, ഈ പ്രവൃത്തിയുടെ ഫലമായിട്ട് കർമ്മ. ഈ കർമ്മം നമ്മളെ തന്നെ ബാധിക്കുന്നു. അപ്പൊ ഈ കർമ്മമാണ് എല്ലാത്തിൻ്റെയും മൂലം എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ കർമ്മമല്ല, അവിദ്യ എന്ന് കൂടി പറയാം നമുക്ക്. അവിദ്യ കാരണമാണ് നമ്മൾ കർമ്മബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നമ്മളെല്ലാവരും സെയിം പിച്ചിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോ നമ്മൾ പറയണത് കർമ്മത്തെ കുറിച്ചാണ് കേട്ടോ. കർമ്മബന്ധനത്തിൽ എങ്ങനെയാണ് നമ്മൾ അകപ്പെടുന്നത്? കർമ്മത്തിന്റെ 4 ലെവലുകളുണ്ട്. അപ്പൊ ഈ കർമ്മം എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. കർമ്മം ഉണ്ടാവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിദ്യ. അവിദ്യ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ, അതിന് അവിദ്യ എന്ന് പറയാം. അപ്പൊ ഈ അവിദ്യ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്? അതായത് എനിക്ക് അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നു. അപ്പോ ആഗ്രഹം വന്നു കഴിഞ്ഞു. ഈ ആഗ്രഹം വന്നു കഴിഞ്ഞാല് പിന്നെ അത് ആക്ഷൻ ഉണ്ടാവണം. ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പൊ ഈ കർമ്മങ്ങള് നമ്മളെ കർമ്മബന്ധങ്ങളിൽ ഏർപ്പെടുത്തുന്നു. അപ്പൊ കർമ്മത്തെ നമുക്ക് എന്ത് ചെയ്യാം? കർമ്മം 3 തരത്തിലുണ്ട്. ഒന്ന് സകർമ്മ, വികർമ്മ, അകർമ്മ എന്ന് പറയും. ഈ സകർമ്മങ്ങൾ എന്ന് വെച്ചാൽ സൽപ്രവർത്തികള്. ഈ സത്പ്രവർത്തികൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഉപരിലോകങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ വികർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അധമലോകത്തിലേക്ക്, പാതാളം സൈഡിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ നാട്ടിലുള്ള പാതാളത്തിന്റെ സ്ഥലമായിട്ട് പറയണത്, ഇത് യഥാർത്ഥ പാതാളത്തെ കുറിച്ച് പറയും. അപ്പോ സകർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈവൻ നമുക്ക് ഇന്ദ്രന്റെ പൊസിഷൻ വരെ പോവാൻ സാധിക്കും. ഈ ഇന്ദ്രന്റെ പൊസിഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എൻജോയ് ചെയ്യാൻ സാധിക്കും. സോമരസം നുകർന്നുകൊണ്ട് രംഭ, തിലോത്തമ, മേനക ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. അത് പുണ്യത്തിന്റെ ഫലം. പുണ്യം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു എന്താ പറയണത്, ലഭിക്കുന്ന ഒരു എന്താ ഇതിന് പറയാം? ഓക്കെ, പുണ്യം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് അതാണ് ഫലം. ആ ഒരു ഗ്രേഡ്, അതായത് പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലം കിട്ടും. നമ്മള് ഇപ്പൊ പുണ്യം, എന്താണ് പുണ്യപ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൃദ്ധാശ്രമം, കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓർഫനേജ് നടത്തുക, അല്ലെങ്കിൽ സത്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവാക്കുക. ഇതെല്ലാം കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? പുണ്യം കിട്ടുന്നു. പുണ്യം ബാങ്ക് ബാലൻസ് പോലെയാണ്.
അല്ല, ഇപ്പൊ നിങ്ങളൊരു പോയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയിട്ട് ഒരു 50 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞു. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഡെപ്പോസിറ്റ് ആകുന്നത് കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യുന്നില്ല. ചിലവർക്ക് ഒറ്റയടിക്ക് കിട്ടിയേക്കാം പുണ്യം. പക്ഷെ മറ്റേത് കുറേശ്ശെ അക്യൂമുലേറ്റ് ചെയ്യാന്ന് പറയും. കുറേശ്ശെ 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 ആയിട്ട് പുണ്യം നമ്മള് കിട്ടിയിട്ട് ചെയ്തിട്ട്, അങ്ങനെ പുണ്യം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ശരീരം ത്യജിച്ചു കഴിഞ്ഞാൽ ഉപരിലോകത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഉപരിലോകത്ത് പോയിട്ട്, അപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ്, ഫോർ എക്സാമ്പിള് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരു 1.5 കോടി രൂപ എന്ന് വെച്ചോളൂ. ഇത് സാധാരണ ബാങ്ക് ബാലൻസ് അല്ല കേട്ടോ. പ്രഭു പറഞ്ഞല്ലോ 1.5 കോടി രൂപ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നു. തീർച്ചയായിട്ടും നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ ഈ ബാങ്ക് ബാലൻസ് ആസ് എ പുണ്യത്തിന്റെ ഫോമിലാണ് ബാങ്ക് ബാലൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് വർഷം നമ്മുടെ പുണ്യം, ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്നും കുറേശ്ശെ 1.5 കോടി രൂപ ബാങ്കിലുണ്ട്. നമ്മൾ ദിവസവും ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാല് ഓരോ ദിവസം കഴിയും തോറും ആ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറഞ്ഞു 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 കൊണ്ടുവരും. അവസാനം വേറെ ഒന്നും ചെയ്യാതെ നമ്മൾ പുണ്യം, അതായത് നമ്മൾ ഉപരിലോകത്തിലാണ് നിൽക്കുന്നത്. ഈ ഉപരിലോകത്തിൽ പോയിട്ട് നമ്മൾ എൻജോയ് ആണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താവുന്നു? 0 ആകുന്നു. കഴിഞ്ഞാല് വീണ്ടും ആ ബ്രഹ്മ ഭുവനാലോകോ പുനരാവർത്തിനോ അർജുന. ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്, അർജുന, ബ്രഹ്മ മുതല് ഈ ഇറുമ്പ് വരെ എല്ലാം എന്ത് ചെയ്യുന്നു? റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പുനർ ആവർത്തിനോ അർജുന. അപ്പൊ ഈ പുണ്യം കഴിഞ്ഞിടുമ്പോ തന്നെ നമ്മള് ആത്മാവ് വീണ്ടും വരുന്നു ഭൗതിക ലോകത്തിലേക്ക്, അടുത്ത ഒരു ശരീരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് പുണ്യം, സകർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കിട്ടുന്നത്. ഇനി എന്താണ് വികർമ്മം ചെയ്താൽ കിട്ടുന്നത്? വികർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വികർമ്മം? ശാസ്ത്രത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വികർമ്മം എന്ന് പറയുന്നു. അപ്പൊ ഈ വികർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും, അല്ലെങ്കിൽ വികർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അധമ ലോകത്തിൽ പോയിട്ട് അത് എൻജോയ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ചീത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അധമ ലോകത്തിലേക്ക് പോകുന്നത്. അപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ പനിഷ്മെന്റ് സ്വീകരിക്കണം. എങ്ങനെയാണോ ഉപരിലോകത്തിൽ പോയി കഴിഞ്ഞാല് നമുക്ക് സോമരസവും ഇതെല്ലാം കുടിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നത്, അതേമാതിരി അധമലോകത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ അനുസാരം, അതായത് എന്ത് വികർമ്മമാണ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മള് അനുഭവിക്കേണ്ടി വരും. അത് വികർമ്മം. ഭക്തജനങ്ങളെ ക്ഷമിക്കണം കേട്ടോ, നമ്മള് ശാസ്ത്രത്തിലുള്ള കാര്യങ്ങളാണ് പറയണത്. വികർമ്മം എന്നൊക്കെ പറഞ്ഞപ്പെടുത്തുന്നൊന്നല്ല, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശാസ്ത്രത്തിനനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ദേഷ്യമൊന്നും തോന്നരുത്. ഇനി അടുത്തത് നമ്മള് സകർമ്മയെ കുറിച്ച് പറഞ്ഞു, വികർമ്മയെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് അകർമ്മം? ഈ അകർമ്മം ചെയ്യുന്ന വ്യക്തി അവൻ എന്തായിരിക്കില്ല? അറിവില്ലാത്തവനായിരിക്കില്ല. അറിവില്ലായ്മയാണ് നമ്മളെ കർമ്മബന്ധത്തിൽ ഏർപ്പെടുത്തുന്നത്. കർമ്മ ചെയ്യുന്നു, എല്ലാം ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നത്, എല്ലാം ഭഗവാന് വേണ്ടി. കറക്റ്റ്. എല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ പ്രവൃത്തിയെല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അതിനെ അകർമ്മ എന്ന് പറയും.
ഇത് ചെയ്തു കഴിഞ്ഞാൽ പുണ്യമോ പാപമോ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. സകർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം നമുക്ക് കിട്ടും, വികർമ്മ ചെയ്തു കഴിഞ്ഞാൽ പാപം കിട്ടും, അകർമ്മ ചെയ്തു കഴിഞ്ഞാലോ ഇത് രണ്ടുമില്ല, 0 ആണ്. അപ്പോ അജ്ഞാനമാണ് നമ്മളെ കർമ്മബന്ധനത്തിൽ ഏർപ്പെടുത്തുന്നത്. അത് സകർമ്മമാവാം, അകർമ്മമാവാം, സകർമ്മമാവാം, വികർമ്മമാവാം. അപ്പോ അജ്ഞാനിക്ക് അല്ലെങ്കിൽ അജ്ഞാനിയെ കർമ്മം ബന്ധിപ്പിച്ചു നിർത്തുന്നു. ഇത്രയും ഒക്കെയാണോ? ഇതിലേതെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല പ്രഭു, ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഇതെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? പ്രഭു, അജ്ഞാനിയെ കർമ്മം ബന്ധിപ്പിച്ച് നിൽക്കുന്നല്ലേ? അതെ, അതായത് അജ്ഞാനിയാണ്. അജ്ഞാനത്തിലൂടെ അവന് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ കർമ്മം ചെയ്യുന്നു. ഈ കർമ്മം അത് വികർമ്മമായാൽ അവൻ പാപം അനുഭവിക്കേണ്ടി വരും, സകർമ്മമായാൽ പുണ്യം അനുഭവിക്കാം. അല്ലെങ്കിൽ ഈ അജ്ഞാനിക്ക് ഒരിക്കലും ജ്ഞാനമില്ല എന്ത് കർമ്മം യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന്. അജ്ഞാനി എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. ഒരു ജ്ഞാനിയാവട്ടെ എല്ലാം ഭഗവാന്റെയാണ്, ഇത് എല്ലാം ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയിലായിരിക്കും ഒരു ജ്ഞാനി. ആ വ്യക്തി സകർമ്മം മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ആ വ്യക്തി സകർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവനൊരിക്കലും അകർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, ഞാൻ തെറ്റ് പറഞ്ഞു, സകർമ്മയല്ല അകർമ്മമാണ്. അപ്പോ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി അകർമ്മം ചെയ്ത് സർവപാപങ്ങളിൽ നിന്നും പുണ്യങ്ങളിൽ നിന്നും മോചിതനായിരിക്കുന്നു. അവൻ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ ചാൻസസുകളുണ്ട്. പ്രഭു, പുണ്യം ചെയ്താലും കർമ്മഫലം ഉണ്ടല്ലോ. പുണ്യം ചെയ്തു കഴിഞ്ഞാൽ കർമ്മഫലം. അതുകൊണ്ടാണല്ലോ നമ്മള് ഉപരിലോകത്തിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത പുണ്യത്തിന്റെ ഫലം എല്ലാം ഭഗവാന് ചെയ്ത ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മള് തീർച്ചയായിട്ടും കർമ്മഫലമില്ല. ഹരികൃഷ്ണ മാതാജി, ഈ സബ്ജക്ട് ഡീവിയേറ്റ് ആകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലേ മതി. പ്രഭു ഒരു ട്രാക്ക് പിടിച്ചു പോവാണ്, കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സകർമ്മ, വികർമ്മ, അകർമ്മ. ഓക്കെ. നൗ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കർമ്മത്തിന്റെ ലെവലുകളുണ്ട്. അതായത് നമ്മൾ കർമ്മം ചെയ്യുന്നതിന് ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ. ഈ ഫലങ്ങളെ 4 തിരിച്ചിരിക്കുന്നു. 1 കൂഢ, 2 ബീജ, 3 പ്രാരാബ്ധ, 4 അപ്രാരാബ്ധ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ശ്രദ്ധിച്ചേക്കണേ. ഒന്ന് ഇവിടെ പറയണത് എന്താണ്? കേട്ടില്ല, ഒന്നുകൂടി പറയണം. പ്രഭു പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ പ്രഭു. പറയാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാൻ വീണ്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പ്രഭു പറഞ്ഞതുപോലെ ഇൻ ബിറ്റ്വീനില് നോട്ട് ചെയ്ത് വെച്ചോളൂ ക്വസ്റ്റ്യനുകള്. ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാം, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കണം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം.
ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ട്. നമ്മൾ ഇത് പറയണം എന്ന് വെച്ചിട്ട് വരുന്ന സമയത്ത് അതിനൊരു ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ്, ക്ഷമിക്കണം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഞാനത് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്തിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ പറഞ്ഞു, ആദ്യം എന്താണ്? കൂട, ബീജ, പ്രാരാബ്ധ, അപ്രാരാബ്ധ. ഇങ്ങനെ കർമ്മത്തിന്റെ 4 സ്റ്റേജസുകളാണത്, ലെവലുകളാണത്. അപ്പോ ഈ കർമ്മം നമ്മൾ പറഞ്ഞു കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലെവലിലാണ് നമ്മളിത് അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ കുറച്ച് കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, അത് ഈ കൂട്ട ലെവലിൽ ഇരിക്കുമ്പോഴാണ് അനുഭവിക്കുന്നത്. അത് കുറച്ച് മറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു എന്താ പറയണത്, സീഡ് ലെവലിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നു, മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതായിട്ടത് മുളച്ച് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് അറിയുന്നുണ്ട്. അതിനെ കൂട എന്ന് പറയും നമ്മൾ. ഇനി അടുത്തത്, ഈ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ മാത്രം അനുഭവിച്ച് തീർക്കുന്നതല്ല കേട്ടോ. നമ്മള് അനാദികാലം മുതൽ ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങളെല്ലാം ഉണ്ട്. അത് ചിലത് എന്തുണ്ടാകുന്നു, ചിലത് ഇങ്ങനെ മാനിഫെസ്റ്റ് ആകുന്നു, ചിലത് മാനിഫെസ്റ്റ് ആവാനുള്ള സ്റ്റേജിൽ, അല്ലെങ്കിൽ ചിലത് വിത്തായിരിക്കുന്നു, ചിലത് മുളച്ചു കഴിഞ്ഞു, ഇനി ബാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ വിത്താവാനുള്ള ചാൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ. അപ്പൊ ഈ കർമ്മഫലങ്ങള് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കഴിഞ്ഞ ജന്മത്തെ അല്ല, ഒരുപാട് ജന്മങ്ങളായിട്ട് നമ്മൾ ശരീരം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്വീകരിച്ച ശരീരത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കർമ്മം ചെയ്തിട്ടുണ്ട്. ഈ കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചേ മതിയാവൂ. പക്ഷേ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നെല്ലാം മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഭഗവത് സ്മരണ, അല്ലെങ്കിൽ ഭഗവത് ഭക്തി എന്ന് പറയാം നമുക്ക്. അജാമിളൻ ജസ്റ്റ് നാരായണ എന്ന് വിളിച്ചേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സകല പാപങ്ങളും ഇല്ലാതെയായി. അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താ ഭഗവാൻ പറയണത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. മാം എന്നിൽ ശരണം വ്രജ. അഹം ത്വം സർവപാപേഭ്യോ, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി മാസുച. ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്? എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട്, അല്ല നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാണ് ത്യജിക്കുകയെന്ന്. ശരി, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ ആ ബുദ്ധിമുട്ട്, അതായത് നമ്മുടെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും യാത്രക്കാരെ പോലെയാണ്, അല്ലേ? നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഒരു ബസ്സിൽ ഇവിടെ നിന്നും മൂകാംബികയ്ക്ക് പോകുന്നു എന്ന് വെച്ചോളൂ. തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു യാത്ര തിരിക്കുകയാണ് മൂകാംബികയിലേക്ക്. അപ്പൊ അങ്ങനെ എല്ലാവരും യാത്ര തിരിച്ചു. നമ്മൾ മൂകാംബികയിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നു, പിന്നെ വണ്ടി അവിടെ നിന്ന് പോയി. നമ്മുടെ ലക്ഷ്യം മൂകാംബികയായിരുന്നു. അതുവരെ നമുക്ക് കൂട്ടിന് കുറെ ആളുണ്ടായിരുന്നു. മൂകാംബിക എത്തി കഴിഞ്ഞിടുമ്പോഴത്തേന് അവരെല്ലാവരും പോയി. അപ്പൊ അതേമാതിരിയാണ് നമ്മള്
നമ്മുടെ സ്വന്തം, ഇതെന്റെ സ്വന്തമാണ്, ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണ്, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ, ഞാൻ എന്റെ എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഭഗവാനെ, ഇതെല്ലാം നിന്റെയാണ്, ഞാൻ ജസ്റ്റ് ഒരു കെയർ ടേക്കറാണ്, ഞാനൊരു കെയർ ടേക്കറാണ്, ഇതെല്ലാം നിന്റെയാണ് എന്നുള്ള ചിന്തയോടുകൂടി ആരാണോ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും. അല്ലാത്തവർക്ക് അത് കിട്ടാൻ കുറച്ച് കഷ്ടമുണ്ട്. അപ്പോ ഇങ്ങനെ ഭഗവാനെ എല്ലാം അങ്ങയുടെയാണ്, ഇതെന്റെ അല്ല എന്ന ചിന്തയിലോടിരിക്കുമ്പോൾ അവിടെയാണ് അവൻ സർവധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ ശരണം പ്രാപിക്കുന്നതിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ശരണം പ്രാപിക്കുന്ന വ്യക്തിയുടെ സകല പാപങ്ങളും ഭഗവാൻ ഇല്ലാതെയാക്കും. എങ്ങനെയാണോ അജാമിളന്റെ സകല പാപങ്ങളെയും ഇല്ലാതെയാക്കിയിട്ട് അജാമിളനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത് മാതിരി. പക്ഷെ നമ്മള് വൈകുണ്ഠമല്ല ആഗ്രഹിക്കുന്നത്, നമ്മള് എന്താണ്? സ്രാവുകളാണ്, ഭക്തന്മാരാകുന്ന സ്രാവുകളാണ്. മകരം എന്ന് ഭക്തി രസാമൃത സിന്ധുവില് ഒരു ഭക്തനെ ഉപമിച്ചിരിക്കുന്നുണ്ട് മകരത്തിനോട്. എന്താണ് ഈ മകരത്തിന്റെ സ്പെഷ്യാലിറ്റി? ഈ മകരത്തിന്റെ സ്പെഷ്യാലിറ്റി അതൊരിക്കലും വെള്ളത്തിന്റെ മേലെ എങ്ങനെ നീന്തി കളിക്കില്ല. അത് വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് അവിടെയാണ് നീന്തിയിട്ട് കളിക്കുന്നത്. അതായത് ഭക്തിയെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ആ സ്റ്റേജിലേക്ക് പോകുന്നു. മേലെ കിടന്നിങ്ങനെ എന്ത് ചെയ്യുന്നത്? മേലെ കിടന്ന് നീന്തി കളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഒരു വലയിലേക്ക് പിടിച്ചിട്ട് ഒരു വലയിൽ ഇട്ടുകൊണ്ട് പോകാൻ സാധിക്കും. നേരെ മറിച്ചായിട്ട് ഭക്തി, ആ ഭക്തിയാകുന്ന സമുദ്രത്തിൽ അല്ലെങ്കിൽ ആ രസം നുകരാൻ മകരത്തിന് അല്ലെങ്കിൽ ആ സ്രാവുകൾക്ക് വളരെ ആഗ്രഹമുള്ളവരാണ്. അതായത് ഉത്തമ ഭക്തന്മാര് മേലോട്ടമായിട്ട് ഭക്തി ചെയ്യില്ല. അവർ ചെയ്യുന്ന ഭക്തി ഡീപ്പ് ഭക്തിയായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭക്തി ചെയ്യുന്ന ഭക്തന്മാർക്ക് അവര് കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരാകുകയും അവര് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ യോഗ്യരായി തീരുകയും ചെയ്യുന്നു. അപ്പോ അങ്ങനെയല്ലാത്തവരാണ് ഈ കർമ്മത്തിന്റെ 4 ലെവലുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്താണത്? 1 കൂട, 2 ബീജ, പ്രാരാബ്ധ, അപ്രാരാബ്ധ. ഇത്രയും ഓക്കെയാണോ? പ്രഭു കൂടെയാണോ ഗൂഢയാണോ ഗായാണോ കായാണോ? ഓക്കെ. അപ്പോ കൂട്ട, ബീജ, പ്രാരാബ്ധ, അപ്രാരാബ്ധ. ഇത്രയും ഓക്കെയാണോ? അപ്പൊ ഈ കൂട്ടം എന്ന് എല്ലാവർക്കും ഓക്കെയാണോ? അപ്പോ പ്രഭൂസ് ആൻഡ് മാതാജീസ് ഹരേ കൃഷ്ണ, എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാമോ? കണ്ടിന്യൂ ചെയ്യാം പ്രഭുജി. ചെയ്യാം പ്രഭു. ഓക്കെ. അപ്പോ നമ്മള് കൂട്ട ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ട എന്ന് പറഞ്ഞ ആ സ്റ്റേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഉത്തമ ഭക്തന് അത് ഇല്ലാതെയാക്കാൻ പറ്റും. അപ്പൊ ഈ കൂട്ട സ്റ്റേജ് പോലും ഒരു ഭക്തനാൽ, ഒരു ഉത്തമ ഭക്തനാൽ
പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് പറയണത്? ഇത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു കേട്ടോ. കൂട്ട ജസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ മുളച്ചു കൊണ്ടുവരികയാണ്. ആ അവസ്ഥയിൽ അതിനെ ഇല്ലാതെയാക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ഉത്തമ ഭക്തന്മാരാൽ സാധിക്കും. അതായത് ഉത്തമ ഭക്തി ആരാണോ ചെയ്യുന്നത് അവർക്ക് ഈ കർമ്മ സ്റ്റേജ് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇനി അടുത്തത് ബീജ, സീഡ്. ഈ സീഡ്, വിത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കെടുക്കുന്നുണ്ട് വാസനാ രൂപത്തില്. ഈ കർമ്മത്തിൽ, അതായത് ബീജം, ഒരു ബീജമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോ വേണമെങ്കിൽ വെളിയിൽ വരും. ഒരു വാസന, ചിലവർക്ക് ചിലതിനോട്, പാട്ടിനോട് ഒരു നല്ലൊരു വാസന ഉണ്ടായിരിക്കും, ചിലവർക്ക് ഡാൻസിനോടൊരു വാസന ഉണ്ടായിരിക്കും. അതേമാതിരി ഈ കർമ്മം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് ബീജമായിട്ട്. അത് എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യും? എപ്പോ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പൊ അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ റെഡിയായിരിക്കുന്ന ഒരവസ്ഥ, അതിനെ ബീജം എന്ന് പറയണു. ഇതിനെ കൂടി നമ്മള് ശക്തമായിട്ടുള്ള ഭക്തി പ്രയാസം മൂലം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഭക്തി കൊണ്ട് ഇതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കും. അതായത് ആത്മീയ കാര്യങ്ങളില് വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ബീജത്തെ പോലും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇത് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വിത്തിനോട്, ഒരു പൂവിനോട് എടുത്തോളൂ. പൂവാദ്യം എന്താകുന്നു? മൊട്ടാകുന്നു, എന്നിട്ട് കുറച്ച് വിരിയുന്നു, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് ഇവിടെയും ഉപമിച്ചിരിക്കുന്നത്. അതായത് കൂട, ബീജ, പ്രാരാബ്ധ, അപ്രാരാബ്ധ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ബീജമാണ്. ബീജം കൂടിയിട്ട് നമ്മുടെ വാസന എങ്ങനെയാണോ, അപ്പൊ ചിലവർക്കൊരു വാസനയുണ്ടല്ലോ, അത് ഓരോരുത്തരുടെയും വാസന വ്യത്യസ്തമായിരിക്കും. ആ വാസന ഭക്തിയിലേക്ക് മാറ്റിവിടുന്നതിന്റെ ഫലമായിട്ട് നമ്മള് ഈ ബീജ എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്നും മുക്തരാവാൻ സാധിക്കും. അടുത്തത് പ്രാരാബ്ധ. ഇതുകൂടെ, അതായത് കൂട്ടം എന്ത് ചെയ്യുന്നു? ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നു. ബീജം റെഡിയാകുന്നു വിരിയാൻ വേണ്ടിയിട്ട്. ഇനി പ്രാരാബ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ അവിടെ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലം, ഇപ്പൊ നമ്മൾ ഒരുപാട് പാപങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നുണ്ട്, ചിലപ്പോ നമുക്ക് ആക്സിഡന്റുകൾ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം പ്രാരാബ്ധ കർമ്മഫലങ്ങളാണ്. അപ്പൊ ഈ പ്രാരാബ്ധ കർമ്മഫലങ്ങള് ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് ചിലവർക്ക് ഇപ്പോ ചില സുഖങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിന് പ്രാരാബ്ധ എന്ന് പറയും. ഇനി അപ്രാരാബ്ധ. അപ്രാരാബ്ധ എന്ന് വെച്ച് കഴിഞ്ഞാല് കർമ്മം ഇനിയും മാനിഫെസ്റ്റ് ആയിട്ടില്ല. അതായത് ആ കർമ്മഫലം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അത് എപ്പോ നടക്കുമെന്ന് പറയാൻ പറ്റില്ല.
പക്ഷെ തീർച്ചയായിട്ടും കർമ്മബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മഫലങ്ങളിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല, ഒളിച്ചോടാൻ പറ്റില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി നമ്മളതിനെ പിടിച്ചിരിക്കും. കർമ്മണ ദൈവനേത്രേണ. കാരണം ഇതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ അറേഞ്ച്മെന്റിലാണ്. അപ്പൊ ഭഗവാന്റെ അറേഞ്ച്മെന്റിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോ അൺമാനിഫെസ്റ്റഡ് ഫോം, അതിനെയാണ് അപ്രാരാബ്ധ കർമ്മ എന്ന് പറയണത്. ഇനിയും എന്തായിട്ടില്ല, ഇനിയും അത് സ്റ്റാർട്ടായിട്ടില്ല. ആ പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പോൾ ബീജമായി തീർന്നിട്ടില്ല അത്. പക്ഷെ ഇതിനെ കൂടിയിട്ട് ഇപ്പൊ തന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കുമോ? എങ്ങനെ? നമ്മൾ ഭക്തിയിൽ ഇടപെടുന്നതിന്റെ ഫലം, അല്ലെങ്കിൽ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. അപ്പോ കൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സീഡായിട്ട് കിടക്കുന്നുണ്ട് അവിടെ. ബീജ എന്ന് വെച്ച് കഴിഞ്ഞാല് സീഡായിക്കൊണ്ടിരിക്കുന്നു. പ്രാരാബ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്രാരാബ്ധ, ഇനിയും ആ കർമ്മ മാനിഫെസ്റ്റ് ആയിട്ടില്ല, ആ കർമ്മഫലങ്ങൾ മാനിഫെസ്റ്റ് ആയിട്ടില്ല. അത് നമ്മൾ ഒരുപാട് ജന്മമായിട്ട് ചെയ്ത കർമ്മങ്ങൾ പൂർണ്ണമായിട്ടുണ്ടേ. അത് എപ്പോ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത് വരും. അതിനെ കൂടിയിട്ട് ഉത്തമ ഭക്തിയാല് നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇതാണ് ഭക്തിരസാമൃത സിന്ധുവില് നമുക്ക് ശ്രീല രൂപ ഗോസ്വാമി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? കാരണം പ്രഭുജി, ഹരേ കൃഷ്ണ. പ്രഭുജി, ഇതിനകത്ത്